സമാപന പ്രസംഗം നടത്തുന്നതിനായി കേരള നദവത്തുൽ മുജാഹിദീൻ സംസ്ഥാന സെക്രട്ടറി എം സലാഹുദ്ദീൻ മദനി അവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن هذه أمتكم أمة واحدة وأنا ربكم فاعبدون. വേദിയിൽ സന്നിഹിതരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സദസ്സിൽ സന്നിഹിതരായ ഇസ്ലാഹി പ്രവർത്തകരെ, സഹോദരന്മാരെ, സഹോദരികളെ, ഈ ശബ്ദം ശ്രവിക്കുന്ന സ്നേഹമുള്ള നാട്ടുകാരെ, ഏതാണ്ട് 5 മണി മുതൽ കേൾക്കുകയായിരുന്നു നാം ഇതുവരെ. ഇന്നത്തെ സാഹചര്യവുമായി ബന്ധപ്പെട്ട് വളരെയധികം വിഷയങ്ങൾ ഇവിടെ പരാമർശിക്കപ്പെട്ട് കഴിഞ്ഞു. ആ വിഷയങ്ങൾക്കെല്ലാം തന്നെ, ആ അഭിപ്രായങ്ങൾക്കെല്ലാം തന്നെ അടിവരയിട്ടുകൊണ്ട് തന്നെ ഏതാനും ചില കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ സമയം നിങ്ങളുമായി പങ്കിടുവാനാണ് ഇൻഷാ അല്ലാഹ് ആഗ്രഹിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു മഹത്തായ പരിപാടിയിലാണ് ഞാനും നിങ്ങളും. കേരളത്തിൽ മുസ്ലിം നവോത്ഥാനത്തിന് അനൽപമായ സംഭാവനകൾ നൽകിയ, ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. 1922 കേരള മുസ്ലിം ഐക്യസംഘം രൂപീകരിച്ചുകൊണ്ട് ആരംഭിച്ച പ്രവർത്തനമാണ് കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ എല്ലാവിധത്തിലുള്ള പുരോഗതിക്കും വഴിയൊരുക്കിയത് എന്നത് കേരള ചരിത്രം സാക്ഷിയായി നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. 1924 കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ പണ്ഡിത സംഘടനയായ കേരള ജമിയത്തുൽ ഉലമ രൂപീകരിച്ചുകൊണ്ട് പണ്ഡിതോചിതമായ നേതൃത്വം നൽകി ഈ മഹാപ്രസ്ഥാനം മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരുന്നു. ഒരു 10-15 വർഷം മുമ്പ് വളരെ ശക്തമായ ഒരു മഹാപ്രവാഹമായി ഒഴുകിക്കൊണ്ടിരുന്ന ഈ പ്രസ്ഥാനം 2 വഴികളായി ഒഴുകേണ്ട ദൗർഭാഗ്യകരമായ രംഗം സംജാതമായി. 15 വർഷങ്ങൾക്ക് ശേഷം ആ 2 വഴികളിലായി ഒഴുകിക്കൊണ്ടിരുന്ന ആ 2 പ്രവാഹങ്ങളും വീണ്ടും ഒരു മഹാപ്രവാഹമായി ഇഴുകിച്ചേർന്ന് നവോത്ഥാന പ്രവർത്തനത്തിന് ശക്തി കൂട്ടുവാൻ എല്ലാവിധത്തിലുള്ള സജ്ജീകരണങ്ങളോടും കൂടി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് കായംകുളം മണ്ഡലത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇത്ര മഹത്തായ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ആ മനോഭാവം, ആ ഐക്യവും അതിൻ്റെ ഭദ്രതയും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നും കാത്തു സംരക്ഷിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഞാൻ. തുടർന്നുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ അതിശക്തമായി മുന്നോട്ട് വരുമ്പോൾ ഇവിടെ നേരത്തെ നമ്മുടെ MP സൂചിപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ, അബ്ദുൽ മജീദ് സലാഹി സൂചിപ്പിച്ച കാര്യങ്ങൾ, ഇങ്ങനെ മതവുമായി ബന്ധപ്പെടുന്ന, പൊതുസമൂഹവുമായി ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും ബദ്ധശ്രദ്ധരായിട്ട് തന്നെയാണ് ഈ പ്രസ്ഥാനം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നവോത്ഥാനം എന്ന് പറഞ്ഞാൽ മുമ്പ് ആരോ എഴുതി വെച്ച അല്ലെങ്കിൽ ആരോ ത്യാഗത്തിലൂടെ നേടിയെടുത്ത വഴികളിലൂടെ സുഗമമായി മുന്നോട്ട് പോവുക എന്നുള്ളതല്ല.
മറിച്ച് ഇടപെടേണ്ട സന്ദർഭങ്ങളിൽ ഇടപെടുകയും ഇടപെടേണ്ട രംഗങ്ങളിൽ ഇടപെട്ടുകൊണ്ട് തങ്ങളുടേതായ സംഭാവനകൾ നൽകുകയും സമൂഹത്തിന് ശരിയായ ദിശാബോധം നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് നവോത്ഥാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ നവോത്ഥാനം ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് എല്ലാ ജനസമൂഹങ്ങളിലും വളരെ ശക്തമായി നടന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം. ശ്രീനാരായണ ഗുരുസ്വാമികളെപ്പോലെയുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ സമൂഹത്തിൽ ആ പ്രക്രിയ അതിശക്തമായി നടത്തുകയുണ്ടായി എന്നുള്ളത് പ്രത്യേകിച്ച് ഈ ആലപ്പുഴ, കൊല്ലം പോലെയുള്ള ജില്ലകളിൽ താമസിക്കുന്നവരോട് പ്രത്യേകിച്ച് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. സംഘടിച്ച് ശക്തരാവുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന ആഹ്വാനം നൽകി സമൂഹത്തെ സമുദ്ധരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയ പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മതവിശ്വാസം ഏത് തരത്തിലുള്ള വിശ്വാസങ്ങളായിരുന്നാലും പരസ്പരമുള്ള വിദ്വേഷവും പകയുമൊന്നുമില്ലാതെ ഏകോദര സഹോദരന്മാരെ പോലെ വർത്തിക്കണമെന്ന് ശ്രീനാരായണ ഗുരുസ്വാമികൾ ആഹ്വാനം ചെയ്ത മണ്ണാണ് കേരളത്തിൻ്റെ മണ്ണ്. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്നൊക്കെയുള്ള സന്ദേശങ്ങൾ ഈ നാട്ടിലെ ഹിന്ദു മുസ്ലിം അല്ലെങ്കിൽ മതമൈത്രിയുടെ ഏറ്റവും വലിയ സന്ദേശമായി ഇന്നും നിലനിൽക്കുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. ആ നിലയിലുള്ള നവോത്ഥാനം കൊണ്ട് ഉഴുതുമറിക്കപ്പെട്ട ഒരു മണ്ണാണ് കേരളത്തിൻ്റേത്. അതുപോലെ മുസ്ലിം സമൂഹം എല്ലാവിധത്തിലും വിശ്വാസരംഗത്തും കർമ്മരംഗത്തും ആചാര അനുഷ്ഠാന രംഗങ്ങളിലും വിദ്യാഭ്യാസ പൊതുരംഗങ്ങളിലും സാംസ്കാരിക രംഗത്തും സാമൂഹ്യ സാമ്പത്തിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും എല്ലാം തന്നെ ഏറെ പിന്നോട്ട് വലിച്ച് ഇഴക്കപ്പെട്ട, പിന്നോക്കം തള്ളപ്പെട്ട ഒരു സാഹചര്യത്തിൽ മുസ്ലിം സമുദായം ഉണരണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഖുർആനും പ്രവാചകന്റെ അധ്യാപനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടുള്ള മുന്നേറ്റം മാത്രമേ അതിന് വഴിയൊരുക്കുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധ കലിമത്തു തൗഹീദിന്റെ സന്ദേശം നിർഭയത്വം പ്രദാനം ചെയ്യുന്ന സന്ദേശം എന്നുള്ള നിലയിൽ അത് മനസ്സാ വാചാ കർമ്മണ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ശൈലി മാത്രമേ ഇതിന് ഉപകാരപ്പെടുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് വന്ന വക്കം മൗലവി സാഹിബ്, കേരളത്തിലെ ദക്ഷിണ കേരളത്തിലെ ആളുകളോട് വക്കം മൗലവിയെ കുറിച്ച് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ശ്രീനാരായണ ഗുരുസ്വാമികൾ തൻ്റെ സ്വന്തം സമുദായത്തിൽ ശ്രീ അയ്യങ്കാളിയെ പോലെയുള്ള ആളുകൾ അവരുടെ സമൂഹത്തിൽ ഒക്കെ ഉണ്ടാക്കിയ മാറ്റങ്ങളെ ആ സമുദായങ്ങൾ ഇരു കൈകളും നീട്ടി സ്വീകരിച്ച് അവരുടേതായ ഒരു ചര്യയാക്കി മാറ്റിയെങ്കിൽ മുസ്ലിം സമുദായം ചെയ്തത് വക്കം മൗലവിയെ പോലുള്ള ആളുകളുടെ മഹത്തായ നവോത്ഥാന സംരംഭങ്ങളെ വിലയിടിച്ച് കാണിക്കുകയും ഇകഴ്ത്തുകയും പുച്ഛിക്കുകയും അവഹേളിക്കുകയും വക്കം മൗലവി വഹാബിയാണ്, അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഒന്നും ഈ സമുദായത്തിന് സ്വീകാര്യമല്ല എന്നുള്ള നിലയിലുള്ള നിരന്തരമായ പ്രചരണം സമൂഹത്തിൽ കൊടുങ്കാറ്റ് സൃഷ്ടിച്ചതിന്റെ പരിണിതഫലമായി ശ്രീനാരായണ ഗുരുസ്വാമികൾ അദ്ദേഹത്തിന്റെ സമൂഹത്തിൽ ഉണ്ടാക്കിയ നവോത്ഥാനത്തെ ഏറ്റെടുക്കാൻ തയ്യാറായതുപോലെ ശ്രീ അയ്യങ്കാളി അദ്ദേഹത്തിന്റെ സമൂഹത്തിൽ ഉണ്ടാക്കിയ പരിവർത്തനത്തെ ഏറ്റെടുക്കാൻ അവർ തയ്യാറായതുപോലെ മുസ്ലിം സമൂഹം ഈ നവോത്ഥാനത്തിന്റെ കൈത്തിരി പൂർണ്ണമായും അന്ന് ഉൾക്കൊള്ളുകയും ഏറ്റുവാങ്ങുകയും ചെയ്ത് മുമ്പോട്ട് പോയിരുന്നുവെങ്കിൽ ഇന്ന് കാണുന്നതിനേക്കാൾ കൂടുതൽ എല്ലാ രംഗത്തുമുള്ള പുരോഗതി വീണ്ടും നമുക്ക് ദർശിക്കാൻ കഴിയുമായിരുന്നു. ദൗർഭാഗ്യവശാൽ വക്കം മൗലവിയെ ഉൾക്കൊള്ളാൻ സമൂഹം തയ്യാറായില്ല. പൊതുസമൂഹത്തിൽ ബഹുഭൂരിഭാഗവും തയ്യാറായില്ല. പൗരോഹിത്യത്തിന്റെ നിരന്തരമായ പ്രചരണങ്ങൾ അദ്ദേഹത്തിനെതിരെ ആഞ്ഞടിക്കുകയും ആ ആഞ്ഞടിക്കൽ ഈ സമൂഹത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ശക്തി കുറയ്ക്കുകയും ചെയ്തു എന്നുള്ളത് കൃത്യമായി നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇന്നും ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ നാം യാത്ര ചെയ്ത് അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ പേരുകളുള്ള സഹോദരന്മാരുടെ പരിതാപകരമായ അവസ്ഥ ഒന്ന് മനസ്സിരുത്തി വായിച്ചാൽ കേരളീയ സമൂഹം ഈ നവോത്ഥാനത്തിലൂടെ മുസ്ലിം സമൂഹം നേടിയെടുത്ത പുരോഗതി എത്രമാത്രം വലുതാണ് എന്ന് ആരുടെ മുമ്പിലും വിശദീകരിക്കാതെ മനസ്സിലാകുന്ന കാര്യമാണ്. ഇന്നും പുരോഗതി എന്താണെന്നറിയാതെ വിദ്യാഭ്യാസ രംഗത്ത് അവർക്ക് പുരോഗതിയില്ല, സാമൂഹ്യ രംഗത്ത് പുരോഗതിയില്ല, രാഷ്ട്രീയ രംഗത്ത് അവബോധമില്ല. തങ്ങളെ കൊന്നു തിന്നാൻ തയ്യാറായി നിൽക്കുന്ന ആളുകളെ പോലും പിന്തുണയ്ക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന
പരിതാപകരമായ അവസ്ഥയിലേക്കാണ് അവിടെയുള്ളവരുടെ രാഷ്ട്രീയ ബോധം ഇന്നും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെയും മറ്റു സമൂഹങ്ങളുടെയും രാഷ്ട്രീയമായ അവബോധം അങ്ങനെയാണോ എന്ന് മാത്രം നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് ഇന്നും സിമന്റ് ചാക്കുകൾ ഇട്ടിട്ട് ആ സിമന്റ് ചാക്കിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ആ താഴെ എഴുതി പഠിക്കുന്ന ബോർഡോ അല്ലെങ്കിൽ നമ്മളുടെ ഇന്നത്തെ ഹൈടെക് ക്ലാസ് മുറികളൊന്നും കാണാൻ ഭാഗ്യമില്ലാത്ത രൂപത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നമ്മുടെ ആളുകൾക്ക് ഇന്നും അവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റു നിലയിലുള്ള പുരോഗതി നാം ഒന്ന് ആലോചിച്ചു നോക്കുക. അവിടെ പോയി കണ്ടാൽ അത് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഏറ്റവും നല്ല ടാറിട്ട റോഡ് എവിടെ അവസാനിക്കുന്നുവോ ആ റോഡ് അവസാനിക്കുന്ന സ്ഥലം മുതൽ അവിടെ മുതൽ ഒരു മുസ്ലിം ഗല്ലി അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല. എന്ന് വെച്ചാൽ നല്ല റോഡുകളിലൂടെ സഞ്ചരിക്കാനുള്ള ഭാഗ്യം നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് അവിടെ ഇല്ല. അതുപോലെ തന്നെ ഈ വിദ്യുത് ശക്തി വിളക്കുകൾ പ്രകാശിച്ച് ഏറ്റവും അവസാനത്തെ പോസ്റ്റ് അവസാനിക്കുന്നത് എവിടെയാണോ അവിടെ മുതൽ ഒരു മുസ്ലിം ഗല്ലി, അതാണ് നമുക്കവിടെ ദർശിക്കാൻ കഴിയുക. അതുപോലെ തന്നെ കുടിവെള്ളത്തിന്റെ കാര്യമായിരുന്നാലും കയറിക്കിടക്കാനുള്ള ഇടങ്ങളുടെ കാര്യമായിരുന്നാലും ഇങ്ങനെ ഓരോന്ന് നാം എടുത്തു നോക്കിയാൽ അവരുടെ പരിതാപകരമായ അവസ്ഥ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. എന്തുകൊണ്ട് കേരളത്തിൽ ഈ പുരോഗതിയും ഈ മുന്നോട്ടുള്ള വളർച്ചയും മുസ്ലിം സമൂഹത്തിനുണ്ടായി, എന്തുകൊണ്ട് അവർക്കത് ലഭിച്ചില്ല എന്നുള്ള ഒരു ചിന്ത ഈ സന്ദർഭത്തിൽ സംഗതമാണ് എന്ന്, വളരെ അത്യാവശ്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഇത് ഞാൻ സൂചിപ്പിക്കുന്നത്. കേരളത്തിൽ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകാനുള്ള കാരണം പലരും അവരവരുടേതായ സംഭാവനകൾ ഇതിന് നൽകിയിട്ടുണ്ടാകാം, അത് നാം നിഷേധിക്കുന്നില്ല. വിദ്യാഭ്യാസ രംഗത്ത് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് സംഭാവനകൾ നൽകിയവർ ഈ സമൂഹത്തിലുണ്ട്. രാഷ്ട്രീയ രംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ രൂപത്തിലുള്ള കാര്യങ്ങളിൽ സംഭാവന നൽകിയവർ ഈ സമൂഹത്തിലുണ്ട്. നാം അതിനെയൊന്നും കുറച്ചു കാണിക്കുന്നില്ല. പക്ഷേ ഇവർക്കൊക്കെ മുന്നോട്ട് നീങ്ങാൻ വഴിയൊരുക്കിയത് കേരളത്തിലെ മുസ്ലിം ഐക്യ സംഘത്തിന്റെ രൂപീകരണവും കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിലുള്ള പ്രവർത്തനവും 1950 രൂപീകൃതമായ കേരള നദ്വത്തുൽ മുജാഹിദീന്റെ നിരന്തരമായ പ്രവർത്തനവും അതിന്റെ കീഴിൽ കേരളത്തിൽ ഏറ്റവും ആദ്യമായി രൂപീകൃതമായ മുസ്ലിം യുവജന സംഘടനയായ ISMന്റെ പ്രവർത്തനവും MSMന്റെ പ്രവർത്തനവും MGMന്റെ പ്രവർത്തനവും ഒക്കെ ഈ രംഗത്ത് അതിൻ്റെതായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. നേരത്തെ മജീദ് സലാഹി ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസ രംഗത്തേക്ക് പുരുഷന്മാരെയും സ്ത്രീകളെയും കൈപിടിച്ചു കൊണ്ടുവരുന്നതിൽ ഈ പ്രസ്ഥാനം അനൽപമായ പങ്കുവഹിച്ചിട്ടുണ്ട്. ആ നവോത്ഥാനത്തിന്റെ മുന്നിൽ അവർ നിന്നിട്ടുണ്ട്. എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട്. മദ്രസ സമ്പ്രദായം സാക്ഷാത്കരിക്കുന്നതിൽ അതിൻ്റെതായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകുന്നതിന് അതിൻ്റെതായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അന്നൊക്കെ പൗരോഹിത്യം ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ സമൂഹത്തെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിൽ നിന്ന് പിന്നോട്ട് തിരിച്ചു നിർത്തിയ സന്ദർഭത്തിൽ വളരെ കൃത്യമായ ചടുലമായ പ്രവർത്തനങ്ങളോടുകൂടി മുന്നോട്ട് വന്നു. ഇന്ന് ഏതെങ്കിലും പൗരോഹിത്യ സംഘടനകൾ ഈ പ്രസ്ഥാനത്തെ മണ്ണിനടിയിൽ കുഴിച്ചു മൂടാൻ ആഗ്രഹിക്കുന്നവർ, ഇത് ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും ആളുകളാണെന്ന് വരുത്തി തീർക്കാൻ വെറുതെ ശ്രമിക്കുന്നവർ, ഒരു നിമിഷം ചിന്തിച്ചു നോക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ധൈര്യമുണ്ടോ ഏതെങ്കിലും ഒരു സ്റ്റേജ് കെട്ടിക്കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കരുത് എന്ന് പറയാൻ ഇന്ന് നിങ്ങൾക്ക് കഴിയുമോ? കഴിയില്ല. സമൂഹം ഉണർന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ മലയാളം ആര്യൻ എഴുത്താൻ നാം അഭ്യസിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരോടെങ്കിലും പ്രസംഗിക്കാൻ ഇന്ന് നമുക്ക് കഴിയുമോ എന്നുള്ളത് നാം ചിന്തിച്ചു നോക്കുക. സ്ത്രീ വിദ്യാഭ്യാസ രംഗത്ത് ഇന്ന് പുരുഷന്മാരെക്കാൾ കൂടുതൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇന്ന് സ്ത്രീകൾ എത്തിക്കഴിഞ്ഞു. സ്ത്രീകൾക്ക് കൈയെഴുത്ത് പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് വീണ്ടും ഒന്ന് ആവർത്തിക്കാൻ ഇന്ന് തയ്യാറുണ്ടോ എന്നുള്ളത് ഈ പ്രസ്ഥാനത്തെ കുഴിച്ചുമൂടാൻ നടക്കുന്ന ആളുകൾ ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ നിരന്തരമായ ഇടപെടലുകൾ ഓരോ സന്ദർഭങ്ങളിൽ ഉണ്ടാവുകയും അങ്ങനെയുള്ള നേതാക്കന്മാർ മതരംഗത്തും പൊതുരംഗത്തും അവരുടേതായ സംഭാവനകൾ കൃത്യമായി അർപ്പിക്കുകയും സമർപ്പിക്കുകയും ചെയ്തതിന്റെ പരിണിത ഫലമാണ് ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ മുസ്ലിമീങ്ങളിൽ ഇന്ന് കാണുന്ന ഈ പുരോഗതി. അതെങ്കിലും മനസ്സിലാക്കാൻ, നന്ദിയോടുകൂടി സ്മരിക്കുവാൻ, ഈ പ്രസ്ഥാനത്തെ ഇകഴ്ത്താൻ ശ്രമിക്കുമ്പോൾ ഇവരിങ്ങനൊക്കെ ചെയ്തിട്ടുള്ളവരാണ് എന്നെങ്കിലും ചിന്തിക്കാൻ അതിന് തയ്യാറാകാതെ നവോത്ഥാനമുണ്ടാക്കിയത് ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരോ ഉണ്ടാക്കിയ നവോത്ഥാനത്തെ സ്വന്തം
കീശയിലേക്ക് കൊണ്ടുപോകുവാൻ, സ്വന്തം കാര്യങ്ങളാക്കി തീർക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നതിന് മുമ്പ് ഒന്നിരുന്ന് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യണമെന്ന് അങ്ങേയറ്റത്തെ വിനയത്തോടുകൂടി ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്, ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങൾക്കില്ലാത്ത ഒരു മാറ്റം കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് ലഭിച്ചത് നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ സാന്നിധ്യമാണ്. ആ സാന്നിധ്യം തന്നെയാണ് ഒന്നാമതും രണ്ടാമതും മൂന്നാമതും എന്ന് ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ സാന്നിധ്യം ഈ സമൂഹത്തിന് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി. ഇവിടെ ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ഇടയിലുള്ള മൈത്രി ശക്തിപ്പെടുത്തുന്നതിലും മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. നേരത്തെ ഇവിടെ മൗലാന അബുൽ കലാം ആസാദിനെ കുറിച്ച് അനുസ്മരിച്ചു. മൗലാന അബുൽ കലാം ആസാദിന്റെ സംഭാവനകൾ ഇന്ത്യ രാജ്യത്ത് എന്താണ് എന്ന് ഒരാൾക്കും പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. മൗലാന അബുൽ കലാം ആസാദിന്റെ ഹിന്ദു മുസ്ലിം മൈത്രിയോടുള്ള സമീപനം മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ ചരിത്രത്തിലെ ഒരു ശകലം ഈ സന്ദർഭത്തിൽ ഞാൻ പങ്കിടുകയാണ്. മൗലാന അബുൽ കലാം ആസാദ് പറയുന്നു, പിന്നെ കുത്തബ് മീനാറിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ആകാശത്ത് നിന്നൊരു മാലാഖ, അബുൽ കലാം, നിനക്ക് വേണ്ടത് ഹിന്ദു മുസ്ലിം മൈത്രിയാണോ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യമാണോ വേണ്ടത് എന്ന് ചോദിച്ചാൽ ഈ അബുൽ കലാം ആസാദ് 100 പ്രാവശ്യം പ്രഖ്യാപിക്കും, ഇവിടെ ഹിന്ദു മുസ്ലിം മൈത്രിയാണ് ആവശ്യമെന്ന്. ആ രൂപത്തിൽ ഹിന്ദു മുസ്ലിം മൈത്രിയും മതസൗഹാർദ്ദതയും മതസഹിഷ്ണുതയും ആദർശം ആരുടെ മുമ്പിലും അടിയറ വെക്കാതെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതിലും പഠിപ്പിക്കുന്നതിലും വലിയ പങ്ക് ഈ പ്രസ്ഥാനം വഹിച്ചിട്ടുണ്ട്. അത് വക്കം മൗലവിയും ശ്രീനാരായണ ഗുരുസ്വാമികളും അതുപോലെ തന്നെ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയും ഒക്കെ തമ്മിലുള്ള ബന്ധവും കാര്യങ്ങളും ഒക്കെ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. അത് ഇവിടെ നിലനിന്ന് തന്നെ പോകണം. അത് കളങ്കപ്പെടുത്തുന്ന ഒരു അവസ്ഥാവിശേഷം ഈ മലയാള മണ്ണിൽ ഉണ്ടായിക്കൂടാ എന്നുള്ള നിർബന്ധ ബുദ്ധി, മതേതരത്വവും മതനിരപേക്ഷതയും പുലരണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ സഹോദരന്മാരുടെയും മനസ്സുകളിൽ നിന്നുണ്ടാകണം. ഇവിടെ ധ്രുവീകരണവും അതുപോലെ തന്നെ വർഗീയതയും ഉണ്ടാക്കി ലക്ഷ്യം നേടാൻ ശ്രമിക്കുന്നവരുടെ ആ ലക്ഷ്യം നേടാനുള്ള നീക്കത്തെ പരാജയപ്പെടുത്താൻ ഇത്തരമുള്ള ചിന്തകൾക്ക് കഴിയണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഇവിടെ ഊന്നി പറയാനുള്ളത്. അതുപോലെ തന്നെ കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ വലിയൊരു പേരായി ജ്വലിച്ചു നിൽക്കുന്ന ആളാണ് തയ്യിൽ മുഹമ്മദ് കുട്ടി, അല്ലെങ്കിൽ KM മൗലവി എന്ന പേരിൽ അറിയപ്പെടുന്ന ആൾ. 1921 മാപ്പിള ലഹള എന്ന് പുച്ഛിച്ച് ചരിത്രത്താൽ രചിക്കപ്പെട്ട സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് KM മൗലവി സാഹിബ് പ്രവർത്തിച്ചതിന്റെ ഫലമായി അദ്ദേഹത്തിന് ആ നാട് വിട്ടുപോകേണ്ടി വന്നു. തിരൂരങ്ങാടിയിൽ നിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് അദ്ദേഹത്തിന് എത്തേണ്ടി വന്നു. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തെ പിന്തുടർന്ന ബ്രിട്ടീഷ് പോലീസുകാരായ ആളുകൾ ആ നാട്ടിലെ കൊടുങ്ങല്ലൂരിലെ ആളുകളുടെ അടുക്കൽ വന്ന് ഇദ്ദേഹത്തെ ആവശ്യപ്പെട്ടു, എവിടെയാണുള്ളതെന്ന് കാണിച്ചു തരാൻ ആവശ്യപ്പെട്ടു. ആ സന്ദർഭത്തിൽ അവിടുത്തെ ഹൈന്ദവരായ സഹോദരന്മാർ ബ്രിട്ടീഷുകാരായ പട്ടാളക്കാരോട് മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞത്, തയ്യിൽ മുഹമ്മദ് കുട്ടിയെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകണമെങ്കിൽ ഇവിടുത്തെ അവസാനത്തെ ഹിന്ദുവിന്റെയും ശവത്തിൽ ചവിട്ടിയിട്ടല്ലാതെ കഴിയില്ല എന്ന് പറഞ്ഞ ആ മാതൃക, ആ മൈത്രി, ആ സാഹോദര്യം, ആ സഹിഷ്ണുത, ആ സൗഹാർദ്ദത ഇവിടെ എവിടെയോ കുഴിച്ചു മൂടപ്പെടാൻ പോകുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടുകൂടി നാം നോക്കിക്കാണേണ്ടതുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ, നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ നായകന്മാർ മതരംഗത്ത് മുസ്ലിം സമൂഹത്തെ ഖുർആന്റെയും സുന്നത്തിന്റെയും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെയും അടിസ്ഥാനത്തിൽ ചിട്ടപ്പെടുത്തി വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ തന്നെ ഈ നാടിന്റെ നാടിമിടിപ്പ് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരോടും അവരവരുടേതായ സഹിഷ്ണുതയും അവരവരുടേതായ സൗഹാർദ്ദതയും മാനവികത ഉയർത്തിപ്പിടിച്ചുകൊണ്ടുമുള്ളതായ ഒരു സമീപനമായിരുന്നു സ്വീകരിച്ചിരുന്നത്. എന്തുകൊണ്ടാണത്? അതാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ സന്ദേശം. ആദർശത്തിന് യാതൊരു തരത്തിലുള്ള പോറലും ഏൽക്കാതെ എന്നാൽ മാനവികതയ്ക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ടുള്ള ഒരു രൂപമാണ് പരിശുദ്ധ ഇസ്ലാം നമ്മുടെ മുമ്പാകെ പഠിപ്പിക്കുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള തെറ്റായ ധാരണകളും അത് വരുത്തിവെക്കുന്ന ഇന്നത്തെ വിനകളും അതിലൂടെ തീവ്രവാദം വളർത്താൻ ശ്രമിക്കുന്നതുമായ കാര്യങ്ങളൊക്കെ മജീദ് സലാഹി സവിസ്തരം ഇവിടെ പ്രസ്താവിച്ചു വിശദീകരിച്ചു. അതിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. ഈ മാനവികതയും ഈ ആദർശബോധവും ഇസ്ലാമിന്റെ മുഖമുദ്രയാണ്. ഒന്ന് ആദർശം, രണ്ട് മാനവികത. ഇതാണ് ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും വലിയ സന്ദേശം. ഇത് മനസ്സിലാക്കായികയാണ് പലപ്പോഴും ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾക്ക് ശക്തി വർദ്ധിക്കുവാൻ കാരണമാകുന്നത് എന്ന വിനീതമായ അഭിപ്രായം ഈ സന്ദർഭത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഇരു വിഭാഗങ്ങൾ യോജിച്ചുകൊണ്ട് മുന്നോട്ടുള്ള പ്രയാണത്തിൽ
ഈ രൂപത്തിൽ ഇതിന്റെ ആദർശവും ഇതിന്റെ മാനവികതയും കൃത്യമായി ബോധ്യപ്പെടുത്തിക്കൊണ്ട് പോകേണ്ട അതിശക്തമായ ബാധ്യത ഈ കേരളീയ സമൂഹത്തിൽ നമുക്കുണ്ടായിരിക്കുന്നു എന്ന് പ്രവർത്തകരോട് വളരെ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. ഞാൻ ഓതിവെച്ച വചനം സൂറത്തുൽ അംബിയായിലെ വചനം, അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തം വാഹിദ, നിങ്ങളുടെ ഈ സമുദായം ഒറ്റ സമുദായമാണ്. വഅന റബ്ബുക്കും, ഞാനാണ് നിങ്ങളുടെ നാഥൻ. അതുകൊണ്ട് ഫഅ്ബുദൂൻ, എനിക്ക് നിങ്ങൾ ആരാധന ചെയ്യുക. ഇതിൽ ആദർശമുണ്ട്, മനുഷ്യൻ മാനവികതയുണ്ട്, ഏക സമുദായം എന്ന ചിന്തയുണ്ട്. ഇതൊക്കെ അതിലേക്ക് കടന്നു വരുന്നു. കൂടുതൽ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചു നോക്കിയാൽ ഈ പറഞ്ഞ ആദർശത്തിന്റെ മഹാത്മ്യവും അതോടൊപ്പം തന്നെ മാനവികതയെ കുറിച്ചുള്ള ചിന്തിപ്പിക്കലും കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. 2-3 വചനങ്ങളുമായി ബന്ധപ്പെടുത്തി ആ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കും ഇൻഷാ അല്ലാഹ്. ഒന്ന്, ഈ പരിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരും ഇല്ല എന്ന് നാം പറയുമ്പോൾ അല്ലാഹുവിന് മാത്രം സമർപ്പിക്കേണ്ട ആരാധന, ഇബാദത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന രൂപത്തിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ അല്ലാഹുവിന് മാത്രമേ പാടുള്ളൂ. അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന് ഈ പ്രസ്ഥാനം വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ ഓതി വിശദീകരിക്കുമ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ തന്നെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാലും ശരി, ഈ ആദർശത്തിന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. ഖുർആന്റെ ആദർശം അതാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കരുത്, അല്ലാഹു അല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ നടത്തരുത്. ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വമാണ്. ഇതാണ് തൗഹീദ്. ഇതിന് വിരുദ്ധമായി വരുന്ന ഏത് കാഴ്ചപ്പാടുകളും അതിന് വിരുദ്ധമായ കാര്യമാണ്. അത് ഉറക്കെ പറയുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ മാനവികതയെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാടും വ്യക്തമാക്കുന്നു. ചിലപ്പോൾ ഈ ആദർശം ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ തയ്യാറാകാതിരിക്കുകയും ചെയ്യുന്നവർ സ്വാഭാവികമായും ഉണ്ടായേക്കാം. അവരോടുള്ള നമ്മളുടെ മാനുഷികമായ സമീപനം എങ്ങനെയായിരിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ തൊട്ടടുത്ത് തന്നെ പറയുന്നുണ്ട്. 2 സ്ഥലങ്ങൾ മാത്രം സാന്ദർഭികമായി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന്, ആയത്തുൽ കുർസി, അതിന്റെ ശേഷമുള്ള ലാ ഇക്രാഹ ഫിദ്ദീൻ എന്ന വചനവും. ഒന്നാമത്തത് അതാണ്. ആയത്തുൽ കുർസിയിലൂടെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ ഏകത്വവും അവന് മാത്രമാണ് ആരാധന ചെയ്യേണ്ടതും എന്ന് കൃത്യമായി ആ വചനം മുഴുവനും അതാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വിശദീകരിക്കുന്നില്ല. ആയത്തുൽ കുർസി അറിയാത്ത ഒരു മുസ്ലിമും ഉണ്ടാവില്ല. അതിന്റെ അർത്ഥം ഒന്ന് പഠിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കൃത്യമായിട്ട്. അപ്പൊ അള്ളാഹു ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അവനല്ലാതെ, അവന്റെ മുമ്പിലല്ലാതെ തലകുനിക്കില്ല, അവന്റെ നേർക്കല്ലാതെ കൈ ഉയരില്ല, അവന്റെ തൃപ്തിക്ക് വേണ്ടി അല്ലാതെ ജീവിക്കില്ല. ആ അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോയി എത്തിക്കും ആയത്തുൽ കുർസി പഠിച്ചാൽ. അത് പഠിക്കണം. അത് എവിടെയെങ്കിലും എഴുതി കെട്ടാനോ ഓതി വെക്കാനോ അല്ലെങ്കിൽ എഴുതി തൂക്കാനോ ഉള്ളതല്ല. ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള സന്ദേശമാണത്. ആയത്തുൽ കുർസിയുടെ സന്ദേശം അത് കറകളഞ്ഞ തൗഹീദ്, ഒരു ഒത്തുതീർപ്പിനും തയ്യാറില്ലാത്ത തൗഹീദ്. അത് പറഞ്ഞതിന് ശേഷമാണ് പറയുന്നത് ലാ ഇക്രാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല. അത് മനുഷ്യനെ കാണുകയാണ്. മാനവികതയിലേക്കുള്ള വിരൽ ചൂണ്ടലാണത്. ഇത് ഉൾക്കൊള്ളാത്തവരുണ്ടാകാം. പക്ഷെ അവരോടുള്ള സമീപനം എന്താണ്? മനുഷ്യത്വപരമായ നല്ല സമീപനമായിരിക്കണം. അത് സഹിഷ്ണുതയുടെ സമീപനമാകണം, അത് സൗഹാർദ്ദതയുടെ സമീപനമാകണം, മനുഷ്യത്വപരമായ സമീപനമാകണം. അതിനപ്പുറത്തേക്കൊരു ചിന്ത ഉണ്ടായിക്കൂടാ. ഖുർആന്റെ കാഴ്ചപ്പാട് അതാണ്. ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുന്ന കാര്യം അതാണ്. നിങ്ങൾ നോക്കുക, മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഹൃദയസ്പൃക്കായി എത്രയോ പ്രാർത്ഥനകളാണ് വിശുദ്ധ ഖുർആനിലുള്ളത്. ഓരോന്നും നമ്മളുടെ ഓരോ പ്രാർത്ഥനയും നമ്മെ മാറ്റിമറിക്കുന്ന നിലയിലുള്ള പ്രാർത്ഥനകളാണ്. അതിലൊരു പ്രാർത്ഥന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നു. വഇദ് ഖാല ഇബ്രാഹിമു റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന വർസുഖ് അഹ്ലഹു മിനസ് സമറാത്തി മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഖാല വമൻ കഫറ. മുഴുവൻ വചനവും ഓതി അർത്ഥം പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന പോയിന്റിലേക്ക് മാത്രം ആ ഭാഗം ഞാൻ പാരായണം ചെയ്യുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ് അവിടെ പറഞ്ഞത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയിൽ മുഴച്ചു നിൽക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, സ്വന്തം നാടിനോടും നാട്ടുകാരോടുമുള്ള മാനസികമായ ആഭിമുഖ്യം, അതിനുവേണ്ടിയുള്ള പ്രാർത്ഥന. റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന,
ഈ നാടിനെ നീ നിർഭയ നാടാക്കി മാറ്റണമേ, സുരക്ഷിത നാടാക്കി മാറ്റണമേ. ഓരോ മുസ്ലിമിന്റെയും പ്രാർത്ഥന, അവൻ ജനിച്ചു വീണ, ഇന്നവൻ വളർന്നുകൊണ്ടിരിക്കുന്ന, അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യ, ഈ രാജ്യം എന്നും സുരക്ഷിതത്വത്തിലും സമാധാനത്തിലും ശാന്തിയിലും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് ഇവിടുത്തെ ഓരോ മുസ്ലിമും. ഈ മുസൽമാന്റെ ദേശസ്നേഹത്തെയാണ് ചില ആളുകൾ ഇവിടെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മുസൽമാന്റെ ദേശസ്നേഹത്തെയാണ് ചിലർ ചോദ്യം ചെയ്യുന്നത്. ഉത്തരവാദപ്പെട്ട ഭരണത്തിലിരിക്കുന്ന പാർലമെന്റിലെ മെമ്പർമാരും അതുപോലെ തന്നെ മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ പറയുന്നു, എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ തയ്യാറില്ലെങ്കിൽ, ഞങ്ങൾ പറയുന്നത് അംഗീകരിക്കാൻ തയ്യാറില്ലെങ്കിൽ പൊയ്ക്കോ നിങ്ങൾ പാകിസ്ഥാനിലേക്ക്. ഇല്ല, പോവില്ല പാകിസ്ഥാനിലേക്ക്. ഞങ്ങൾ ജനിച്ചത് ഈ മണ്ണിലാണ്, ഞങ്ങൾ വളരുന്നത് ഈ മണ്ണിലാണ്, ഞങ്ങൾ അധ്വാനിക്കുന്നത് ഈ മണ്ണിലാണ്. ഞങ്ങളുടെ 6 അടി മണ്ണും ഇവിടെ തന്നെ ആകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പിന്നെ എവിടെയാണ് മരിച്ചു വീഴുക എന്ന് നമുക്കാർക്കും അറിയില്ല, അത് അള്ളാഹുവിന്റെ കയ്യിലുള്ള കാര്യമാണ്. പക്ഷേ ആ രൂപത്തിൽ ഒരു ബോധമുള്ളവരാണ് മുസ്ലിം. അവരോട് പാകിസ്ഥാനിൽ പോ, നിങ്ങളുടെ ദേശസ്നേഹം എന്താണെന്ന് കാണിച്ചതാ എന്നൊന്നും ആരും പറയരുത്. കാരണം ഇവിടെ ബ്രിട്ടീഷുകാരും അതുപോലെ തന്നെ ഇന്ത്യയിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ, പട്ടേലിന്റെ നേതൃത്വത്തിൽ, അതുപോലെ തന്നെ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ, അബുൽ കലാം ആസാദിന്റെ നേതൃത്വത്തിൽ ഹിന്ദുവും മുസൽമാനും തോളോട് തോള് ചേർന്ന് നിന്നുകൊണ്ട് ഈ രാജ്യത്ത് നിന്ന് ബ്രിട്ടീഷുകാരെ കെട്ടുകെട്ടിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ പരിശ്രമം നടത്തുമ്പോൾ ആ പരിശ്രമത്തെയും സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയും മോശമായി ചിത്രീകരിച്ചവരാണ് ഇന്ന് രാജ്യസ്നേഹത്തിന്റെ കുത്തക അവകാശപ്പെട്ടുകൊണ്ട് വരുന്നത് എന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് ആരുടെയും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. അതുകൊണ്ട് മുസൽമാന്റെ ദേശക്കൂറ് ചോദ്യം ചെയ്യരുത്. ദേശത്തോടുള്ള, ജനിച്ചു വളർന്ന രാജ്യത്തോടുള്ള സ്നേഹം പഠിപ്പിച്ചു തന്ന പ്രവാചകനാണ് ഞങ്ങളുടെ പ്രവാചകൻ. പ്രവാചകൻ ജനിച്ചു വളർന്ന മക്കാ മണ്ണ്, ആ മക്കാ മണ്ണിൽ നിന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ മക്കയെ നോക്കിക്കൊണ്ട് പറഞ്ഞത്, രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല രാജ്യമാണ് നീ, നിന്നെ വിട്ടുപോകാൻ എനിക്ക് ആഗ്രഹമില്ല. ഈ ജനത എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ പോകുമായിരുന്നില്ല എന്ന് പറയുന്ന ആ പ്രവാചകന്റെ ദേശസ്നേഹം. എന്നിട്ട് ആ പ്രവാചകൻ മദീനയിലെത്തി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ പ്രവാചകൻ മദീനയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു. മക്കയെ നീ അനുഗ്രഹിച്ചതുപോലെ മദീനയെയും നീ അനുഗ്രഹിക്കണമേ. ഏതൊരു മുസൽമാൻ ഏതൊരു രാജ്യത്ത് താമസിക്കുന്നുവോ ആ രാജ്യം അവന്റെ രാജ്യമാണ്. ആ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിനും നന്മയ്ക്കും അതുപോലെ തന്നെ അതിന്റെ ശാന്തിക്കും സമാധാനത്തിനും വേണ്ടിയുള്ള ആഗ്രഹവും തേട്ടവും അവന്റേതാണ്. അതുകൊണ്ടാണ് കേരളവും കേരളത്തിന് പുറത്തുമൊക്കെ ഈ നമ്മുടെ രാജ്യത്ത് പലപ്പോഴും തീവ്രവാദത്തിന്റെയും സംഘർഷത്തിന്റെയും സംഘടനത്തിന്റെയും മേഖലകൾ ഉണ്ടായപ്പോഴൊക്കെ തന്നെ ഈ നവോത്ഥാന പ്രസ്ഥാനം എഴുന്നേറ്റ് നിന്നത്, അതിന്റെ ഡ്യൂട്ടി അത് നിർവഹിച്ചത്, ഇന്നും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇവിടെ നടന്ന പ്രസംഗങ്ങളിലൂടെ നിങ്ങൾ കേട്ടില്ലേ, പലപ്പോഴും നമ്മുടെ പള്ളികളും നമ്മളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളുമൊക്കെ തീവ്രവാദം വളർത്തുന്ന കേന്ദ്രങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് കേസ് കൊടുക്കുകയും പള്ളികൾ മുടക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ഈ പ്രസ്ഥാനത്തെ മനസ്സിലാക്കാത്തതിന്റെ പേരിലാണ്. അതുപോലെ തന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ലോകത്തുനിന്ന് ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുന്ന ഒരു മോശമായ ഒരു മുന്നണി സംവിധാനമുണ്ട്. അമേരിക്ക ഒരു ഭാഗത്ത്, ഇസ്രായേൽ വേറൊരു ഭാഗത്ത്, ഇറാൻ മറ്റൊരു ഭാഗത്ത്, ഇങ്ങനെയുള്ള രൂപത്തിൽ ആഗോളാടിസ്ഥാനത്തിൽ തന്നെയുമല്ല ആദർശപരമായി സയണിസവും സൂഫിസവും ഫാഷിസവും സാമ്രാജ്യത്വവും കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഇസ്ലാമിനെ ഇല്ലാതാക്കി തീർക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? പ്രത്യേകിച്ച് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം പോലെയുള്ള സലഫി പ്രസ്ഥാനങ്ങളെ തീവ്രവാദത്തിന്റെ പ്രസ്ഥാനങ്ങളായി ചിത്രീകരിക്കാനുള്ള ഹീനമായ ശ്രമം നടക്കുമ്പോൾ ആടിനെ പട്ടിയാക്കുന്ന സ്വഭാവം എന്ന് നേരത്തെ ഇവിടെ ആര് പ്രസംഗിച്ചപ്പോൾ സൂചിപ്പിച്ചതുപോലെ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കറിയാം ഈ നാട്ടിൽ ആരാണ് തീവ്രവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്, ആരാണ് തീവ്രവാദത്തിന്റെ വിത്ത് പാകിയത്. ചേകനൂർ മൗലവി എവിടെ? അതിന് മറുപടി പറയേണ്ടതുണ്ട്. ആര് കൊണ്ടുപോയി കൊന്നു അദ്ദേഹത്തെ? കൃത്യമായും ഈ നാട് മറുപടി അറിയേണ്ട കാര്യമാണിത്. ഒരു മനുഷ്യന്റെ ആശയത്തോട് നമുക്ക് വിയോജിക്കാം, ഒരു മനുഷ്യന്റെ ആദർശത്തോട് നമുക്ക് വിയോജിക്കാം. അതിന്റെ പേരിൽ ഒരു മനുഷ്യനെ കൊന്നൊടുക്കുക എന്നത് എവിടെ നിന്ന് കിട്ടിയ കാര്യമാണ്? ഇത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. മുജാഹിദ് സെന്റർ ബോംബ് വെച്ച് തകർക്കാനുള്ള ശ്രമം നടത്തി ഇവിടെ
നമ്മൾ അന്നും പറഞ്ഞു ഈ തീവ്രവാദത്തോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. ഒരിക്കലും തീവ്രവാദം എന്ന് പോയിട്ട് ആ വാക്ക് തുടങ്ങുന്ന തീ എന്ന വാക്ക് അക്ഷരം പോലും ഈ പ്രസ്ഥാനത്തെ കുറിച്ച് ഉച്ചരിക്കാൻ ആർക്കും അവകാശമില്ല. കാരണം ഇവിടെ തീവ്രവാദത്തിന്റെ മുള പൊട്ടി വന്നപ്പോൾ ആണത്തത്തോടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് മതം തീവ്രവാദത്തിനെതിരെ എന്ന സന്ദേശം മുക്കിന് മൂലകളിൽ എത്തിച്ചു കൊടുത്ത ഒരു ആദർശ പ്രസ്ഥാനമാണിത്. ആ പ്രസ്ഥാനത്തെ തീവ്രവാദത്തിന്റെ ആളുകളായി ചിത്രീകരിക്കരുത്. അതുപോലെ തന്നെ ഇവിടെ ഫാഷിസം വളർന്നു വരുന്നു. അതിനെതിരെ നാം ശക്തമായി നിലപാടെടുക്കണം. അതിന് ഫാഷിസത്തെ തീവ്രവാദം കൊണ്ട് നേരിടുകയല്ല വേണ്ടത്, മറിച്ച് ഇവിടുത്തെ മതേതരത്വത്തിന്റെയും മതനിരപേക്ഷതയുടെയും കൂട്ടായ്മയാണ് സൃഷ്ടിക്കേണ്ടത് എന്ന് ഈ സമൂഹത്തിന് അതിന്റെ ചെവികളിൽ നിന്ന് ചെവികളിലേക്ക് എത്തിച്ചു കൊടുത്ത ഒരു ആദർശ പ്രസ്ഥാനമാണിത്. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ തീവ്രവാദത്തിന്റെ ആളുകളായി ചിത്രീകരിക്കരുത്. അതുപോലെ തന്നെ 1992 ഡിസംബർ മാസത്തിൽ ബാബരി മസ്ജിദിന്റെ ധ്വംസനം നടക്കുമ്പോൾ ആ ധ്വംസനവുമായി ബന്ധപ്പെട്ട് ഇവിടെ സംഘർഷത്തിന്റെയും സംഘടനത്തിന്റെയുമായ ഒരു അലയടികൾ ദൃശ്യമായ സന്ദർഭത്തിൽ വളരെ കൃത്യമായ ഒരു മെസ്സേജ് ലോകത്തിന് നൽകിക്കൊണ്ട്, ലോകത്തിന് എന്നുള്ള വാക്ക് ഞാൻ പറയുകയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ മുസ്ലിമീങ്ങൾ ആകെ പ്രശ്നത്തിലാണ് എന്ന് ധരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരവസ്ഥയിൽ കൃത്യമായ ഒരു സംസ്ഥാന സമ്മേളനം പാലക്കാട് കോട്ട മൈതാനിയിൽ നടത്തിക്കൊണ്ട് മതം മനുഷ്യ സൗഹാർദ്ദത്തിന് എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അന്ന് MP വീരേന്ദ്രകുമാറിനെ പോലെയുള്ള അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ മതരംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അവിടെ പങ്കെടുത്തുകൊണ്ട് ആ സമ്മേളനവും അത് ഉയർത്തിവിട്ട സന്ദേശവും വാനോളം പുകഴ്ത്തിക്കൊണ്ട് സംസാരിച്ചത് ഇപ്പോഴും നമ്മുടെ മനസ്സുകളിൽ നിൽക്കുന്നു. ഇവിടെ എല്ലാവർക്കും അറിയാം ആരാണ് തീവ്രവാദത്തിന് നിൽക്കുന്നത്, ആരാണ് തീവ്രവാദത്തിന് എതിരെ നിലനിൽക്കുന്നത്, ആരാണ് സൗഹാർദ്ദത്തിന് വേണ്ടി നിലനിൽക്കുന്നത്, ആരാണ് സൗഹാർദ്ദം തകർക്കാൻ നിലനിൽക്കുന്നത് എന്നൊക്കെ ഉള്ളത് കൃത്യമായി നാട്ടിലെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണല്ലോ നദുവത്തുൽ മുജാഹിദീൻ എന്ന പേര് അഭിമാനത്തോടു കൂടി ഇന്നും നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ വിവിധ തീവ്രവാദ സംഘടനകളുടെ അവസാനത്തിലോ ആദ്യത്തിലോ ഒന്നുകിൽ ജിഹാദ് അല്ലെങ്കിൽ മുജാഹിദ് എന്ന പേര് സാധാരണ ഉണ്ടാകാറുണ്ട്. എന്തുകൊണ്ട്? ഈ പ്രസ്ഥാനം അതിന് മുന്നോട്ട് വെക്കുന്ന ആശയവും ആദർശവും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ എല്ലാവർക്കും അറിയാം ഈ പ്രസ്ഥാനം എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്ന്. ദയവ് ചെയ്ത് ഈ പ്രസ്ഥാനം തീവ്രവാദത്തിന്റെ പ്രസ്ഥാനമാണ്, അവരുടെ പള്ളികളിൽ തീവ്രവാദമാണ് പഠിപ്പിക്കുന്നത് എന്ന് പറയുന്ന ആ ഒരു അവിവേകത്തിന്റെ മാർഗം ഒരു കാരണവശാലും സ്വീകരിക്കാതിരിക്കലാണ് ഏറ്റവും നല്ലത് എന്ന് മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒരിക്കലും തീവ്രവാദത്തെ അനുകൂലിക്കുന്നവരല്ല, രാജ്യസ്നേഹം പഠിപ്പിച്ച ഒരു പ്രവാചകന്റെ അനുയായികളാണ് നമ്മൾ. അതിൽ വെള്ളം ചേർക്കരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ടാണ് മതരംഗത്തൊരാളെയും നിർബന്ധിച്ചതിലേക്ക് മതപരിവർത്തനം നടത്തി ആകെ പ്രശ്നമുണ്ടാക്കുന്നു. ലവ് ജിഹാദ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ്. സമയക്കുറവ് കൊണ്ട് അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അതിലൊന്നും ഈ മതത്തിന് യാതൊരു പങ്കുമില്ല. ഒരിക്കലും മതം അതിന് കൂട്ടുനിൽക്കുന്ന കാര്യവുമല്ല എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. മതത്തിൽ ബലാത്കാരമില്ല, അത് മാനവികതയുടെ രംഗം. ഒന്ന്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയുടെ ബാക്കിഭാഗവും കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. രാജ്യസ്നേഹത്തിന് വേണ്ടിയും രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിനു വേണ്ടിയും സമാധാനത്തിന് വേണ്ടിയും പ്രാർത്ഥിച്ചപ്പോൾ തന്നെ നാട്ടുകാർക്ക് നല്ല കായികനികൾ നീ ആഹാരമായി നൽകണമേ. ഒരു രാജ്യത്തിന്റെ ഭക്ഷ്യ സുരക്ഷ, അതിന്റെ സുരക്ഷിതത്വം, ആ നാട്ടിൽ ജീവിക്കുന്ന ആളുകൾ പട്ടിണിയില്ലാതെ ജീവിക്കേണ്ട അവസ്ഥ, ഇത് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. ഓരോ മുസൽമാനും അവന് കുറെ നമസ്കാരവും കുറെ നോമ്പും കുറെ സക്കാത്തും അങ്ങനെയുള്ള എണ്ണപ്പെടുന്ന ചില കാര്യങ്ങളോ അല്ലെങ്കിൽ ചൊല്ലിപ്പറയുന്ന ചില വാചകങ്ങളോ അല്ല, മറിച്ച് മനുഷ്യനോട് സംവദിക്കുന്ന പച്ചയായ മനുഷ്യനെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന, അയൽവാസിയുടെ ജാതിയും മതവും ദേശവും ഭാഷയും ഒന്നും നോക്കാതെ സഹായിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന ലൈസൽ മുഅ്മിൻ അല്ലദീ യശ്ബഅ വജാറുഹു ജായിഉൻ ഇലാ ജംബി, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ വിശ്വാസിയല്ല എന്ന് പഠിപ്പിച്ച ഒരു പ്രവാചകന്റെ അനുയായികൾ ആ രാജ്യത്തെ ഭക്ഷ്യസുരക്ഷയും ഈ പട്ടിണിയില്ലാത്ത അവസ്ഥയും അവർ ആഗ്രഹിക്കുന്നു. അതില്ലാതാക്കാൻ വേണ്ടി അവർ പരിശ്രമിക്കുന്നു. അങ്ങനെ എല്ലാ രംഗങ്ങളിലും ഈ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ കണ്ണുണ്ട്. കാരണം അത് പ്രവാചകൻ പഠിപ്പിച്ച കാര്യമാണ് എന്നതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ അത് കഴിഞ്ഞതിന് ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ ഒരു ചെറിയ ക്ലാരിഫിക്കേഷൻ കൊടുത്തു.
ഈ നാട്ടുകാർക്ക് നീ നല്ല കായികനികൾ ആഹാരമായി നൽകണമേ എന്ന് മൊത്തത്തിൽ പറഞ്ഞതിന് ശേഷം ഇബ്രാഹിം നബി പറഞ്ഞു, മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അത് നീ കൊടുക്കുന്നത് അള്ളാഹുവിലും മധ്യദിനത്തിലും വിശ്വസിച്ചവർക്ക് കൊടുത്താൽ മതി. അള്ളാഹുവിലും മധ്യദിനത്തിലും വിശ്വസിക്കുന്നവരെന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ അല്ലെങ്കിൽ വിശ്വാസികൾ, അവർക്ക് കൊടുത്താൽ മതി എന്ന്. അള്ളാഹു അത് അംഗീകരിച്ചില്ല, തിരുത്തി. മാനവികതയുടെ വശം പഠിപ്പിച്ചു തന്നത് പടച്ച തമ്പുരാനാണ്. ആദർശത്തിന്റെ മാറ്റും ശക്തിയും പഠിപ്പിച്ച അതേ പടച്ച തമ്പുരാൻ തന്നെ കൃത്യമായി പറഞ്ഞു, വമൻ കഫറ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാത്തവർക്ക് ഞാൻ ആഹാരം കൊടുക്കും. അതാണ് അല്ലാഹു റഹ്മാൻ. തനിക്ക് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഈ ലോകത്ത് ഗുണം ചെയ്യുന്നവൻ, കരുണ ചെയ്യുന്നവൻ എന്ന് നമ്മൾ ചെറുപ്പത്തിൽ അർത്ഥം പഠിച്ചത് അങ്ങനെയാണ്. ആ റഹ്മാനായ റബ്ബ്, അവന്റെ കാരുണ്യം, ആ കാരുണ്യം വർഷിക്കണം മനുഷ്യരുടെയിൽ. ഇർഹമു മൻ ഫിൽ അർദ് യർഹംകും മൻ ഫിസ് സമാ. മണ്ണിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക, എന്നാൽ വിണ്ണിലുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന്. ആ കാരുണ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ അത് ഒഴുകണം മനുഷ്യരിലേക്ക്. ജാതിക്കതീതമായി, മതത്തിനതീതമായി, ഭാഷയ്ക്കതീതമായി, വംശത്തിനതീതമായി, ദേശത്തിനതീതമായി, വർഗത്തിനും വർണ്ണത്തിനും അതീതമായി. ആ ചിന്തയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മനുഷ്യന്റെ ഏകത്വം. കുല്ലുക്കും മിൻ ആദം വ ആദമു മിൻ തുറാബ്. നിങ്ങളൊക്കെ ആദമിൽ നിന്നാണ്, ആദം മണ്ണിൽ നിന്നാണ്. ഈ തത്വം, ഇത് മാനവികതയുടെ തത്വമാണ്. ഈ തത്വം അതുപോലെ പ്രവാചകന്റെ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗത്തിൽ, അറഫയിലെ പ്രസംഗത്തിൽ, ഹജ്ജത്തുൽ വിദായിലെ പ്രസംഗത്തിൽ, ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അഅറാദക്കും അലൈക്കും ഹറാം കഹുർമത്തി യൗമിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ. നിങ്ങളുടെ രക്തം, നിങ്ങളുടെ മാനം, നിങ്ങളുടെ സമ്പത്ത്, ഇതൊക്കെ ആദരിക്കപ്പെടേണ്ടതാണ്. മനുഷ്യനെ ആദരിക്കുന്ന വിഷയത്തിൽ ഒരു പിശുക്കും കാണിക്കാത്ത തത്വസംഹിത. അതാണ് ഒരു ഭാഗത്ത് ആദർശത്തിന്റെ മാറ്റും അതിന്റെ ഏറ്റവും ശക്തമായ ഗൗരവവും ഉണർത്തുമ്പോൾ തന്നെ തുടർന്ന് തന്നെ മാനവികതയെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നത്, മനുഷ്യനെ കാണണം എന്ന് പഠിപ്പിക്കുന്നത്. അതാണല്ലോ വലഖദ് കറംനാ ബനി ആദം. ആദമിന്റെ മക്കളെ നാം ആദരിച്ചിരിക്കുന്നു. ഹിന്ദുവിനെ, മുസ്ലിമിനെ, വിശ്വാസിയെ എന്ന് പറഞ്ഞിട്ടില്ല, ആദമിന്റെ മക്കളെ. ഇവിടെ മതത്തിൽ വിശ്വസിക്കുന്നവൻ, മതത്തിൽ വിശ്വാസമില്ലാത്തവൻ, അള്ളാഹു ഇല്ല എന്ന് പറയുന്നവൻ, അള്ളാഹുവിന് പങ്കുകാരുണ്ടെന്ന് പറയുന്നവർ, അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറയുന്നവർ, ഇവരൊക്കെ ഇവിടെ ജീവിക്കുന്നുണ്ട്. ഇവരെയൊക്കെ ആദരിച്ചിരിക്കുന്നു. വലഖദ് കറംനാ ബനി ആദം. ആ ആദരവിൽ യാതൊരു വേർതിരിവും കാണിച്ചിട്ടില്ല ഈ ലോകത്തെ ജീവിതത്തിൽ. പിന്നെ പരലോകത്ത് മരണാനന്തര ജീവിതത്തിൽ ഏറ്റവും അധികം ആദരിക്കപ്പെടുന്നവർ ആരാണ്, അതും പറഞ്ഞു തരുന്നുണ്ട്. ഈ ലോകത്ത് സൂക്ഷ്മതയോടുകൂടി ജീവിച്ചവർ. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അതിനാണ് പ്രവാചകന്മാർ വന്നത്, അതിനാണ് വേദഗ്രന്ഥങ്ങൾ നൽകിയത്, അതിനാണ് മതപ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്നത്, അതിനാണ് ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആകട്ടെ, അപ്പൊ ആ നിലയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് പഠിപ്പിച്ചു തന്ന ആ മാതൃക, അള്ളാഹു ഇബ്രാഹിം നബിയെ തിരുത്തിയത്, അള്ളാഹു മാനവികത നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, അതാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടത്. ഇത്രമാത്രം ശത്രുക്കളോട് വിട്ടുവീഴ്ചയോടും വിശാല മനസ്കതയോടും പ്രതിയോഗികളോട് കാണിച്ച ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ കഴിയില്ല ലോക ചരിത്രത്തിൽ. ആരൊക്കെ തന്നെ എതിർത്തിട്ടുണ്ടോ ആ എതിർത്തവരെ മുഴുവനും ഒരു വഴിക്കാക്കാനും ഇല്ലാതാക്കാനും ശ്രമിച്ചപ്പോൾ തന്നോട് ശത്രുതയും പകയും വെച്ച് പുലർത്തിയ, തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളിന്റെ നെഞ്ച് പിളർന്ന് കരലെടുത്ത് ചവച്ചു തുപ്പി അത്രമാത്രം മോശമായി പ്രവർത്തിച്ചവരോട് പോലും അങ്ങേയറ്റത്തെ കാരുണ്യവും സ്നേഹവും ദയയും വിട്ടുവീഴ്ചയും സൗഹാർദ്ദതയും സഹിഷ്ണുതയും കാണിച്ച ഒരു പ്രവാചകന്റെ അനുയായികളാണ് മുസ്ലിം ഉമ്മത്ത് എന്നൊരിക്കലും മറന്നു പോകരുത് നമ്മൾ. അക്കാര്യം അടിവരയിടുന്നു ഈ ആദർശ പ്രസ്ഥാനം. ചരിത്രത്തിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. രണ്ട് രംഗങ്ങൾ മാത്രം. ഒന്ന്, മനുഷ്യരോടുള്ള സമീപനവും സൗഹാർദ്ദപരമായ ഇടപെടലുകളും ബന്ധങ്ങളും എത്രമാത്രം പവിത്രമായി സൂക്ഷിക്കണമെന്ന് പഠിപ്പിച്ചു തന്ന നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക. ഖാദിസിയ യുദ്ധവേളയിൽ പ്രവാചകന്റെ അരുമ ശിഷ്യന്മാരായ രണ്ട് സഹാബികൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ അരികിലൂടെ ഒരു ശവമഞ്ചം കടന്നുപോയി. അപ്പൊ ഇവർ രണ്ടാളും എഴുന്നേറ്റു, ആദരിച്ചു. ഇത് കണ്ടപ്പോൾ ഒപ്പമുണ്ടായിരുന്ന ചില അനുയായികൾ ചോദിച്ചു,
അതൊരു പേർഷ്യക്കാരനായ അഗ്നി ആരാധകന്റെ ശവശരീരമല്ലേ അത്? എന്തിനാണ് ആദരിച്ചത്? ഇത് ചോദിച്ചപ്പോൾ എന്നാ ശരി, ഞങ്ങൾക്ക് തെറ്റുപറ്റി, അഗ്നി ആരാധകന്റേതായിരുന്നു അല്ലേ എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നില്ല അവര്. മറിച്ച് എന്താ ചെയ്തത്? അവർ രണ്ടാളും പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലൂടെ ഒരു ജൂതന്റെ മയ്യത്ത് കൊണ്ടുപോയപ്പോൾ പ്രവാചകൻ എഴുന്നേറ്റ് നിന്ന് ആദരിച്ച സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന അനുയായികൾ പ്രവാചകനോട് ചോദിച്ച ചോദ്യവും അത് കണ്ടവരാണ് ഞങ്ങൾ, കേട്ടവരാണ് ഞങ്ങൾ. എന്തിനാണ് ഒരു ജൂതന്റെ മയ്യത്ത് കൊണ്ടുപോയപ്പോൾ പ്രവാചകരെ അങ്ങ് എഴുന്നേറ്റ് നിന്നത് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി അതും ഒരു മനുഷ്യനല്ലേ എന്നായിരുന്നു. മനുഷ്യന്റെ ജീവൻ അത്ര വിലയുണ്ട്. ഖുർആൻ പറഞ്ഞത് എന്താ? ആരെങ്കിലും ഒരു മനുഷ്യനെ അന്യായമായി കൊന്നാൽ അവൻ മനുഷ്യരെ മുഴുവൻ കൊന്നതിന് തുല്യമായി. ഒരാളിന്റെ ജീവന് മുഴുവൻ മനുഷ്യരുടെയും ജീവന്റെ പ്രാധാന്യം നൽകുന്ന ആ ആദരവ് നൽകുന്ന ഒരു ഗ്രന്ഥത്തിന്റെ അനുയായികൾ എങ്ങനെ കൊന്നൊടുക്കാൻ കഴിയും? അത് IS-ന്റെ പേരിലായിരുന്നാലും നേരത്തെ ഇവിടെ പേര് പരാമർശിക്കപ്പെട്ടതും പരാമർശിക്കപ്പെടാത്തതുമായ ഏത് തീവ്രവാദ സംഘടനകളുടെ പേരിലായാലും ശരി, ഒരിക്കലും കഴിയില്ല. ഇന്നൊക്കെ രാഷ്ട്രീയ രംഗത്ത് ഒക്കെ ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങൾ നമ്മൾ ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ്. ആദർശങ്ങളോടുള്ള വിയോജിപ്പ് നമുക്ക് പ്രകടിപ്പിക്കാം, അത് നമുക്ക് പറയാം. പക്ഷേ മനുഷ്യന്റെ ജീവൻ എടുക്കാനുള്ള അവകാശം ഒരാൾക്കുമില്ല, ആർക്കുമില്ല. അതാണ് ഖുർആൻ പഠിപ്പിച്ചത്. അന്യായമായ ഒരു മനുഷ്യന്റെ ജീവൻ ആരെങ്കിലും എടുത്താൽ മുഴുവൻ മനുഷ്യരെയും കൊന്നതുപോലെയാണ്. അതേസമയം അവനെ ജീവിക്കാൻ അനുവദിച്ചാലോ എല്ലാവരെയും ജീവിക്കാൻ അനുവദിച്ചതുപോലെയാണ്. ഒരു മനുഷ്യന്റെ ജീവന് ഖുർആൻ നൽകുന്ന സ്ഥാനമാണിത്. അതുകൊണ്ടാണ് മനുഷ്യരോടുള്ള ആ സമീപനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അതും ഒരു മനുഷ്യനല്ലേ. ഈ മഹത്തായ പാരമ്പര്യം, ഈ സഹിഷ്ണുതയുടെ പാരമ്പര്യം, ഈ സൗഹാർദ്ദതയുടെ പാരമ്പര്യം അത് മുസ്ലിം സമൂഹം കളഞ്ഞു കുളിക്കാൻ പാടില്ല. ഈ ആദർശ പ്രസ്ഥാനം കൃത്യമായത് പറഞ്ഞു കൊടുക്കുന്നു ഈ സമൂഹത്തോട്. ഇത് സമൂഹത്തോട് പറയുന്നതാണോ ഈ പ്രസ്ഥാനം ചെയ്യുന്ന തെറ്റ്? ഈ പ്രസ്ഥാനത്തെ തീവ്രവാദികളായി ചിത്രീകരിക്കുന്ന അവസ്ഥയിലേക്ക്, ക്യാമ്പയിൻ വരെ സംഘടിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് സംഗതികൾ എത്തിയത് അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാ. ഒന്ന് സൂഫിസം, രണ്ട് ഫാഷിസം, മൂന്ന് സയണിസം, നാല് സാമ്രാജ്യത്വം. ഇത് നാലും കൂടി കൈകോർത്ത് പിടിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന, ആദർശ പ്രതിബദ്ധതയോടുകൂടി ജീവിക്കുന്ന വ്യക്തിത്വങ്ങളെയും സംഘടനകളെയും ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. പക്ഷേ അങ്ങനെ ഏതെങ്കിലും ഒരു ആദർശ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാൻ കഴിയുമോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. അത് ട്രംപ് അല്ല, ട്രംപിന്റെ അപ്പുറത്തെ ട്രംപ്മാർ വന്നാലും ശരി, കഴിയില്ല. കാരണം ഇസ്ലാമിന്റെ മാറ്റും അതിന്റെ മഹത്വവും എന്താണെന്ന് മനസ്സിലാക്കുന്ന ആർക്കും അതിന്റെ ഉള്ളിലേക്ക് വരാനല്ലാതെ പുറത്തേക്ക് ചാടാൻ കഴിയില്ല. എത്ര ശക്തിയോടുകൂടിയാണ് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാനും തീവ്രവാദമാണെന്ന് പ്രചരിപ്പിക്കാനും മിനക്കെടുന്നത്. അതിലും ശക്തമായ നിലയിൽ ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കാണാതിരുന്നുകൂടാ. അത് ഇസ്ലാമിന്റെ മഹത്വമാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. അപ്പൊ ഈ ആദർശമൊക്കെ ഉറക്കെ പറയുന്ന ഒരു ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവരെയാണ് എല്ലാവർക്കും ഭയം. നാം തിരിച്ചറിയേണ്ട കാര്യമാണ്. ഒരു കാനേശുമാരി മുസ്ലിമായി ജീവിക്കുന്നവരോട് ഇവിടെ യാതൊരു പ്രശ്നവും ഇല്ല ആർക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ടുകൊണ്ട് നിർഭയത്വത്തിന്റെ വാക്താക്കളായി കിസ്രയെയും കൈസറിനെയും കിടുകിട വിറപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന നിർഭയത്വം അള്ളാഹുവിൽ പങ്കുചേർത്തുകൊണ്ട് ജീവിക്കുന്ന ഒരാൾക്കും ഉണ്ടാവില്ല. കാരണം അവർക്ക് ഭയപ്പെടേണ്ടത് പലരെയുമാണ്. അബ്ദുള്ള അടിയാർ എന്ന് പറയുന്ന മദ്രാസിലെ കീഴാളന്മാരുടെ നേതാവായിരുന്ന അടിയാർ, അദ്ദേഹം അബ്ദുള്ള എന്ന പേര് സ്വീകരിച്ച് ഇസ്ലാം മതം സ്വീകരിക്കാനുണ്ടായ സാഹചര്യം അദ്ദേഹത്തിന്റെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അദ്ദേഹം ജയിലിലടക്കപ്പെട്ടു. ഈ കീഴാളന്മാരായ, ദളിതന്മാരായ, തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരും, തമ്മിൽ കണ്ടാൽ പ്രശ്നമുള്ളവരും എന്നൊക്കെ പറഞ്ഞ ആ രൂപത്തിൽപ്പെട്ട ആൾക്കാരുടെ മോചനത്തിന് വേണ്ടി പരിശ്രമിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തെ ജയിലിലടച്ചു തമിഴ്നാട് ഗവൺമെന്റ്. നാളുകൾക്ക് മുമ്പ്, ഇന്നോ ഇന്നലെ നടന്ന സംഭവമല്ല. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ജയിലിൽ അദ്ദേഹത്തോടൊപ്പം ഒരു മുസ്ലിമായ ചെറുപ്പക്കാരൻ കൂട്ടുതടവുകാരനായിട്ടുണ്ടായിരുന്നു, സഹതടവുകാരനായിട്ട്. ആ യുവാവിന്റെ കയ്യിൽ വിശുദ്ധ ഖുർആന്റെ തമിഴിലുള്ള ഒരു പരിഭാഷ ഈ അടിയാരുടെ കയ്യിൽ കിട്ടി. അദ്ദേഹം അത് വായിച്ചു.
വായിച്ചിങ്ങനെ പോകുമ്പോൾ വിശുദ്ധ ഖുർആനിലെ ഒരു വചനം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉടക്കി. ഫലാ തഖ്ശൗഹും വഖ്ശൗനി, അവരെ ആരെയും നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങൾ എന്നെയാണ് ഭയപ്പെടേണ്ടത്. നമുക്ക് പലരെയുമാണ് പേടി, പലരെയുമാണ് ഭയം. അത് ജീവിച്ചിരിക്കുന്ന പലരെയും പേടി, മരിച്ച് കബറടക്കപ്പെട്ട പലരെയും പേടി, ആൾ ദൈവങ്ങളായിരിക്കുന്നവരെ പേടി, അങ്ങനെ പലതിനെയും പേടിയാണ് നമുക്ക്. അള്ളാഹുവിനെ മാത്രം പേടിയില്ല. ആ ഒരു സമൂഹമാണ് ഇന്ന് വളർന്നു വരുന്നത്. ഖുർആൻ പഠിപ്പിച്ചത് അവരെ ആരെയും അല്ല നിങ്ങൾ ഭയപ്പെടേണ്ടത്, എന്നെയാണ് നിങ്ങൾ ഭയപ്പെടേണ്ടത്. ഈ വചനമാണ് അടിയാരുടെ മനസ്സിൽ ഉടക്കിയത്. ഖുർആൻ ആദ്യന്തം അദ്ദേഹം വായിച്ചു ആ ജയിലിൽ കിടന്നുകൊണ്ട്. അങ്ങനെ അദ്ദേഹം അബ്ദുള്ള അടിയാരായി മാറി. ഒരൊറ്റ വചനം അദ്ദേഹത്തിന്റെ മനസ്സിൽ ക്ലിക്ക് ചെയ്തതാണ്. ഇതാണ് ഖുർആന്റെ സവിശേഷത, ഇതാണ് ഇസ്ലാമിന്റെ സവിശേഷത. ഇത് ഉൾക്കൊണ്ടുകൊണ്ട് ആരെങ്കിലും ഇതിലേക്ക് വന്നാൽ അതിന് സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിൽ അവരെ കൊന്നൊടുക്കണം, അവരെ അങ്ങനെയാക്കണം ഇങ്ങനെയാക്കണം എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളതെന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ആർക്കും പൈസ കൊടുത്തിട്ടോ ഭൗതികമായ എന്തെങ്കിലും സംവിധാനങ്ങൾ ഉറപ്പു കൊടുത്തിട്ടോ ഒരാളെയും നമ്മൾ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നില്ല, കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടതാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വാക്ക്, അതും ഒരു മനുഷ്യനല്ലേ. പ്രവാചകന്റെ കാരുണ്യവും പ്രവാചകന്റെ സ്നേഹവും പ്രവാചകന്റെ വാത്സല്യവും എല്ലാ അർത്ഥത്തിനുമുള്ള മതം ഉൾക്കൊണ്ടവനും ഉൾക്കൊണ്ടാത്തവനും തന്റെ ആദർശം അംഗീകരിച്ചവനും അംഗീകരിക്കാത്തവനും എന്നുള്ള നിലയിലുള്ള ചിന്തയൊന്നുമില്ലാതെ എല്ലാവരോടും ഒഴുകുന്ന കാരുണ്യവും സ്നേഹവുമായിരുന്നു പ്രവാചകന്റേത്. അതാണ് നമ്മുടെ മാതൃക. നമ്മുടെ അയൽവാസിയുടെ ജാതി നമ്മൾ നോക്കേണ്ടതില്ല. നമ്മളോട് മോശമായി പ്രതികരിക്കുന്നവരോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കണമെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ നമ്മൾ മറന്നു പോകുന്നു. അപ്പോഴാണ് സംഘർഷവും സംഘടനവും ഒക്കെ മതത്തിന്റെ പേരിൽ ഉണ്ടാകുക. അത് ഉണ്ടാക്കല്ലേ എന്നാണ് ഈ പ്രസ്ഥാനത്തിന് പറയാനുള്ളത്, നവോത്ഥാന പ്രസ്ഥാനത്തിന്. അപ്പം ലോകത്ത് തീവ്രവാദത്തിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്ന രാഷ്ട്രങ്ങൾ ഏതാണ്? ഒന്ന് സൗദി അറേബ്യയാണ്. സൗദി അറേബ്യ ഇവിടെയുള്ള എല്ലാവരും പറഞ്ഞുകൊണ്ട് നടക്കൽ വഹാബികളുടെ രാജ്യമാണ് എന്നാണ്. ആകട്ടെ, വാദത്തിന് വേണ്ടി സമ്മതിക്കുന്നു. ആ വഹാബികളുടെ രാജ്യത്തെ ഭരണാധികാരികൾ എന്തുകൊണ്ട് തീവ്രവാദത്തിനെതിരെ പോരാടുന്നു? ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പല രാഷ്ട്രങ്ങളും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും അത് അമിട്ട് പൊട്ടിക്കും പോലെ പൊട്ടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 41ഓളം മുസ്ലിം രാഷ്ട്രങ്ങളെ അണിനിരത്തിക്കൊണ്ട് തീവ്രവാദത്തിനെതിരെ സൈന്യ സജ്ജീകരണം പോലും നടത്താൻ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന സൗദി അറേബ്യ, ആ സൗദി അറേബ്യയിലേക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് കുറെ ചെറുപ്പക്കാർ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യ രാജ്യം മുസ്ലിമീങ്ങൾക്ക് പൂർണ്ണമായും ഇസ്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ പറ്റാത്ത രാജ്യമാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് നാട് വിട്ടുപോയ സംഭവമാണ് ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന നമ്മുടെ സമൂഹത്തിൽ. പക്ഷേ ഇതുവരെയും അവരേത് രാജ്യത്ത് പോയി എന്ന് ഇത്രമാത്രം സംവിധാനങ്ങളുള്ള നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ഭരണാധികാരികൾക്ക് ഏത് രാജ്യത്താണ് അവരുള്ളതെന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അതാണ് അതിന്റെ രസം. അവര് പോയത് സൗദി അറേബ്യയിലേക്കല്ല, അവര് പോയത് ഖത്തറിലേക്കല്ല, അവര് പോയത് യമനിലേക്കും സിറിയയിലേക്കും ഒക്കെ ആകാം. ആ ഇന്ത്യ രാജ്യം മുസ്ലിമീങ്ങൾക്ക് പൂർണ്ണമായും ഇസ്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ കഴിയാത്ത രാജ്യമാണ് എന്നുള്ള ചിന്ത തിരുത്തപ്പെടേണ്ടതാണ്. ഇത്രമാത്രം മതസ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ഭരണഘടന നിലനിൽക്കുന്ന വേറൊരു രാജ്യം ലോകത്ത് നമുക്ക് കാണാൻ കഴിയില്ല. ഇതൊരു വലിയ അനുഗ്രഹമാണ്. ഈ അനുഗ്രഹം തല്ലിക്കെടുത്തി ഇവിടെ വിഭാഗീയതയും വർഗീയതയും ധ്രുവീകരണവും ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ നീക്കത്തിന് കോടി വെച്ചു കൊടുക്കുന്ന സ്വഭാവം ഒരു കാരണവശാലും നമ്മിൽ നിന്നുണ്ടായിക്കൂടാ. ആ സഹോദരങ്ങൾ വൈകാരികമായി അവിവേകമായി കാര്യങ്ങൾ അറിയാതെയുള്ള പരാമർശങ്ങളും കാര്യങ്ങളുമാണ്. കണ്ടുപിടിക്കട്ടെ. ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇതുപോലുള്ള കാര്യങ്ങളും രംഗത്ത് വന്നപ്പോഴാണ് ഇസ്ലാമിനെയും മുസ്ലിം ദായികളെയും ദൈവത്തിനെയും ഒക്കെ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് പോയത്. നേരത്തെ മജീദ് സലാഹി ഇവിടെ പറഞ്ഞു ഡോക്ടർ സാക്കിർ നായിക്കിനെ കുറിച്ച്. നമ്മുടെ സംസ്ഥാനത്ത് ചെറുപ്പം മുതൽ തന്റെ നാവും തൂലികയും ഇസ്ലാമിന് വേണ്ടി തൗഹീദിന് വേണ്ടി വിവിധ മതങ്ങൾ തമ്മിലുള്ള താരതമ്യ പഠനത്തിന് വേണ്ടി തന്റെ ആയുസ് മുഴുവൻ വിനിയോഗിച്ച് ദൈവത്തിരംഗത്ത് തിളങ്ങി നിന്നിരുന്ന നമ്മളുടെയൊക്കെ പ്രിയങ്കരനായ എം അക്ബർ, അദ്ദേഹം ഇന്ന് വേട്ടയാടപ്പെടുന്നു ഒരു ദായി എന്നുള്ള നിലയിൽ. അതും നമ്മുടെ നാട്ടിലേക്ക് അരിച്ചു വരികയാണ് ഈ ഫാഷിസം. സാംസ്കാരിക ഫാഷിസം, രാഷ്ട്രീയ ഫാഷിസം, സാംസ്കാരിക ഫാസിസം ഇവിടെ ശരിക്കും വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. അതാണ് നേരത്തെ മഞ്ജു വാര്യരുടെ കാര്യം വരെ ഇവിടെ പറയേണ്ടി വന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഞാനത് ആവർത്തിക്കുകയല്ല.
ഒരു സിനിമാ നടി തനിക്കിഷ്ടമുള്ള ഒരു വേഷം സ്വീകരിച്ചുകൊണ്ട് ആ രംഗത്ത് പ്രവർത്തിക്കാൻ തയ്യാറായി വരുമ്പോൾ അതിനെതിരെ ഇവിടുത്തെ സൈബറുകളിലൂടെ ആ നടിയെ അങ്ങേയറ്റം മോശക്കാരിയാക്കി ചിത്രീകരിക്കാൻ ഇവിടെ ഇഷ്ടം പോലെ സിനിമകൾ പിടിക്കുന്നു, പല നടികളും വന്നു പോകുന്നു, ഇതൊക്കെ കാണുന്നതാണ്. പക്ഷെ ഇതെന്തുകൊണ്ട്? ഇതിന്റെ കഥ മാധവിക്കുട്ടിയുടെ കഥയായതുകൊണ്ടാണ്. ഇതിന്റെ കഥ കമലാസുരയ്യയുടെ കഥയായതുകൊണ്ട്, മാധവിക്കുട്ടി കമലാസുരയ്യ ആയി കഴിഞ്ഞതിനും ശേഷവും ഒക്കെ ഉള്ള കഥ പറയുന്നതായതുകൊണ്ട് അതിൽ ആമി എന്ന വേഷം ഇടുന്നതിന് വേണ്ടി മുമ്പൊരാൾ ഓഫർ ചെയ്തു, ആരുടെയൊക്കെയോ പ്രേരണ ഫലമായും മാറിപ്പോയി. പകരം ഒരാൾ തയ്യാറായി വന്നപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് സാഹിത്യരംഗത്ത്, സാംസ്കാരിക രംഗത്ത്, കലാരംഗത്ത്, സ്പോർട്സ് രംഗത്ത്, സിനിമാ രംഗത്ത് എന്ന് വേണ്ട എല്ലാ രംഗങ്ങളിലും ഈ ഫാഷിസം, സാംസ്കാരിക ഫാഷിസം ഇങ്ങനെ കടന്നു വരികയാണ്. ഇത് ചെറിയ കാര്യമല്ല. ഇതിനെ നാം പിന്നെ നേരിടേണ്ടത് തീവ്രവാദം കൊണ്ടുമല്ല. ആ നിലയിൽ പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റായ ധാരണകൾ, ഇസ്ലാം പരിശുദ്ധ ഖുർആൻ ആദർശത്തിനും തൗഹീദിനും അതിൻ്റെതായ പ്രാമുഖ്യം നൽകുമ്പോൾ തന്നെ മനുഷ്യനെ കാണാത്ത ഒരു മതമല്ല. മനുഷ്യനോടുള്ള സമീപനം ഇതൊക്കെയാണ്. ഇനി ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഒരൊറ്റ വചനവും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അത് വേഗം മനസ്സിലാകാൻ കഴിയും. അതുകൊണ്ടാണ് ആദർശത്തിന്റെ മാറ്റും മാനവികതയുടെയും സഹിഷ്ണുതയുടെയും സന്ദേശവും മനസ്സിലാക്കാൻ വേണ്ടി. അത് മറ്റൊന്നുമല്ല, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കാഫിറൂൻ എന്നുള്ള അധ്യായം, അതിന്റെ ആദ്യ ഭാഗം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. എല്ലാവർക്കും അറിയാം അർത്ഥം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൗഹീദിന്റെ പ്രബോധനവുമായി രംഗത്ത് വന്നപ്പോൾ പഠിച്ച പണി 18 നോക്കിയിട്ടും ആ തൗഹീദ് ഈ പ്രബോധനത്തിൽ നിന്ന് പ്രവാചകനെ പിന്തിരിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ള അവസ്ഥ വന്നപ്പോൾ ഖുറൈശികൾ ഒരു അഡ്ജസ്റ്റ്മെന്റുമായിട്ട് പ്രവാചകന്റെ അടുക്കിലേക്ക് ചെന്നതാണ്. എന്താണ് അഡ്ജസ്റ്റ്മെന്റ്? മുഹമ്മദേ, നീ പറയുന്ന അല്ലാഹുവിനെ ഞങ്ങൾ ആരാധിക്കാം. ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന കുറെ സംഗതികളുണ്ട്, വസ്തുക്കളുണ്ട് ഇവിടെ. അതിനെ നീ ഒന്ന് ആരാധിച്ചു തന്നാൽ മതി. അത്രേ ഉള്ളൂ. നമ്മളുടെ ഇടയിലുള്ള പ്രശ്നം തീരും. ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ലിട്ടോ. ആരാധനയിൽ, അള്ളാഹുവിനുള്ള ഇബാദത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. 1, 2, 3 ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഫ്ളലു മാ ഖുൽതു അന വൻ നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എന്റെ മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരും പറഞ്ഞിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ഈ പ്രസ്ഥാനം ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഏത് തീവ്രവാദി എന്ന് വിശേഷിപ്പിച്ചാലും, ഏത് രൂപത്തിൽ ഇതിനെ പീഡന താടന കാര്യങ്ങളിലൂടെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും ശരി, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം അത് ബിലാൽ ഇബ്നു റബാഹിന്റെ പിൻതലമുറയാണ്, അത് മുസ്അബ് ഇബ്നു ഉമൈറിന്റെ പിൻഗാമികളാണ്, അത് അമ്മാർ ഇബ്നു യാസിറിന്റെ പിന്മുറക്കാരാണ്, അത് സുമയ്യ റളിയല്ലാഹു അൻഹയുടെ പിന്മുറക്കാരാണ്. ഇല്ല, അത് മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഇല്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ടാണ് പ്രവാചകനോട് പറയാൻ പറഞ്ഞു, ഇല്ലിട്ടോ. അല്ലയോ ഈ യാഥാർത്ഥ്യം വിശ്വസിക്കാത്ത ആളുകളെ, നിങ്ങൾ ആരാധിക്കുന്നതിനെ എനിക്ക് ആരാധിക്കാൻ കഴിയില്ല. ഞാൻ ആരാധിക്കുന്നവയെ നിങ്ങൾക്കും ആരാധിക്കുന്നതിനെ നിങ്ങൾക്കും ആരാധിക്കാൻ കഴിയില്ല. നിങ്ങൾ ആരാധിക്കുന്നവയെ എനിക്കും കഴിയില്ല. പിന്നെന്താണ് മാർഗം? നമുക്കൊരു മാർഗം സ്വീകരിക്കാം. അതാണ് ലക്കും ദീനുക്കും വലിയ ദീൻ. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം. മതസഹിഷ്ണുത. വിശുദ്ധ ഖുർആനിലെ ഒരു വചനവും കൂടി അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന് എത്രയോ വചനങ്ങളിലൂടെ കൃത്യമായി പഠിപ്പിച്ചിട്ടുള്ള ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. വഅന്നൽ മസാജിദ ലില്ലാഹ്, പള്ളികൾ അല്ലാഹുവിന്റേതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, അല്ലാഹുവിനോടൊപ്പം നിങ്ങൾ ആരെയും വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന് കർശനമായി പഠിപ്പിച്ച ഒരു ഗ്രന്ഥത്തിന്റെ അനുയായികളാണ് നമ്മൾ. നമ്മളുടെ പള്ളികളിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വചനത്തിന് അനുസരിച്ചാണോ, ഈ വചനത്തിന് വിരുദ്ധമാണോ എന്നെങ്കിലും ചിന്തിക്കാനുള്ള സാവകാശവും സന്മനസ്സും വിശാല മനസ്കതയും നമുക്കുണ്ടായാൽ നമ്മളെപ്പോഴോ രക്ഷപ്പെടുമായിരുന്നു. ഒരു സംശയമുള്ള കാര്യത്തിൽ അങ്ങനെയുള്ള എത്രയോ വചനങ്ങൾ. ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, ആ പ്രാർത്ഥന എന്ന ആരാധന എനിക്ക് ചെയ്യുന്നതും വിട്ട് അഹംഭാവം നടിക്കുന്നവർ നരകത്തിൽ നിന്ദ്യന്മാരും നീചരുമായി പ്രവേശിക്കുമെന്ന് പഠിപ്പിച്ച ഗ്രന്ഥം. ആ ഗ്രന്ഥം, അതിലൊരു വിട്ടുവീഴ്ചയുമില്ല. പ്രാർത്ഥന അല്ലാഹുവോടും മാത്രം. ഇത് ഈ പ്രസ്ഥാനത്തിന്റെ, വിശുദ്ധ ഖുർആന്റെ ഒരു സന്ദേശം ഈ പ്രസ്ഥാനം ആവർത്തിച്ചു പറയുന്നതാണ്. ഞങ്ങൾ പുതിയതായിട്ടൊന്നും പറയുന്നില്ല. മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിന്റെ അഭിപ്രായം പറയുന്നില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ അഭിപ്രായം പറയുന്നില്ല. ആരുടെയും തലയിൽ നിന്ന് വന്നതല്ല. ഖുർആന്റെ മെസ്സേജാണിത്.
അത് ഉറപ്പിച്ചും തറപ്പിച്ചും എന്നും വിശദീകരിക്കും, അത് പറഞ്ഞുകൊണ്ടിരിക്കും. അതിന്റെ പേരിൽ പലതും ഞങ്ങൾക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്, ഇപ്പോഴും സഹിക്കുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ സഹിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും ഇൻഷാ അല്ലാഹ്. അപ്പൊ ആ രൂപത്തിൽ ഈ ആരാധന പ്രാർത്ഥന അല്ലാഹുവോട് മാത്രമായിരിക്കണം എന്ന് പഠിപ്പിച്ച ഗ്രന്ഥം ഒരു വചനം, ലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ഫയസുബ്ബുല്ലാഹ അദ്വൻ ബിഗൈരി ഇൽം. അല്ലാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവയെ നിങ്ങൾ ശകാരിക്കരുത്. കാരണം അതിക്രമത്തോടുകൂടി വിവരമില്ലാതെ അള്ളാഹുവിനെ അവര് ശകാരിക്കാൻ വഴിയൊരുക്കും. അത് മതസംഘർഷത്തിനും സംഘടനത്തിനും വഴിയൊരുക്കും. അത് ചെയ്യരുത് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ആദർശത്തിന് അതിൻ്റെതായ വില, അതേസമയം അത് ഉൾക്കൊള്ളാത്തവരോട് മനുഷ്യത്വപരമായ സമീപനം. ഈ മാനവികതയും ഈ തൗഹീദും ഇതാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ സന്ദേശം. ഈ സന്ദേശം കൃത്യമായി മനസ്സിലാക്കുകയും എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ശ്രമകരമായ ജോലിയാണ് ഈ ആദർശ പ്രസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദയവ് ചെയ്ത് ഈ പ്രസ്ഥാനം ഇല്ലാത്തത് പറയുന്നവരും ഉള്ളത് വെട്ടിക്കളയുന്നവരും അമ്പിയാവുലാക്കന്മാരെ ആക്ഷേപിക്കുന്നവരും പ്രവാചകന്റെ പേരിൽ സലാത്ത് ചെല്ലാത്തവരും പ്രവാചകനെ സ്നേഹിക്കാത്തവരും എന്ന് തുടങ്ങി ഈ പ്രസ്ഥാനത്തിന് യാതൊരു പങ്കുമില്ലാത്ത 100 കാര്യങ്ങൾ എഴുതി ഉണ്ടാക്കിയിട്ട് ആ കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് ഈ ആദർശ പ്രസ്ഥാനത്തെ ഭത്സിക്കാൻ എത്രമാത്രം ശ്രമിക്കുന്നുവോ അതിൽ ശക്തമായി ഇതിന്റെ യോജിപ്പിലൂടെ ഈ പ്രസ്ഥാനം ഇൻഷാ അല്ലാഹ് പ്രവർത്തന രംഗത്ത് ബഹുമുഖങ്ങളായ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ഈ നാടിന്റെ നാടിമിടിപ്പ് മനസ്സിലാക്കി ഇവിടുത്തെ മനുഷ്യരെ ഉൾക്കൊണ്ടുകൊണ്ട് ആദർശ പ്രബോധന രംഗത്ത് അതിശക്തമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്ന് വിളിച്ചറിയിക്കുന്ന ഒരു പരിപാടിയാണിത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഉണർത്തിക്കൊണ്ട് എപ്പോഴും നാം ഒരു നല്ല മനസ്സോടുകൂടിയാണ് ഏതിനെയും നമ്മൾ സമീപിക്കേണ്ടത്. ഈ പ്രസ്ഥാനം ചെയ്ത സേവനങ്ങളെ കുറിച്ച് ഒറ്റ വാചകം മാത്രം, അതിൽ എല്ലാം ഉണ്ട്. ഒരു ഘടികാരം, ഒരു വലിയ ഘടികാരം, അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഘടികാരത്തിന്റെ സൂചി പിടിച്ചു നിർത്തിയിട്ട് ഇതിനി ഒരൽപ്പം 1 ഇഞ്ച് മുന്നോട്ട് നീങ്ങാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി ആ ഘടികാരത്തിന്റെ സൂചിയിൽ കടന്നു പിടിച്ച് ആ ഘടികാരത്തിന്റെ സഞ്ചാരം നിർത്തിക്കളയാമെന്ന് വ്യാമോഹിക്കുന്ന ആളുകളുടെ മനോഭാവം ഒരിക്കലും നമുക്കുണ്ടാകരുത്. എന്നിട്ട് ആ ഘടികാരം എന്തേ ചെയ്തത്? അതിൽ പിടിച്ചു തൂങ്ങിയ ആൾക്കാരെയും കൊണ്ട് ആ ഘടികാരം കറങ്ങി. ആ കറക്കമാണ് കേരളത്തിന് ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇന്ന് ലഭിച്ചിട്ടുള്ള മുസ്ലിം സമൂഹത്തിന്റെ ഈ സർവ്വതോന്മുഖമായ നേട്ടം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സമയം വൈകിയതിനാൽ എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഇസ്ലാം നമ്മുടെ മുമ്പിൽ ഉദ്ഘോഷിക്കുന്ന ഈ ആദർശത്തിന്റെയും മാനവികതയുടെയും സന്ദേശം മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തി രംഗത്ത് സജീവമായി മുന്നോട്ട് പോകാം. അതിന് ഈ ആദർശ പ്രസ്ഥാനം ചെയ്ത സേവനങ്ങൾ നിഷ്പക്ഷ ബുദ്ധിയാ മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ഇതിന്റെ സഹകാരികളും അതുപോലെ തന്നെ ഏറ്റവും ചുരുങ്ങിയത് ഇത് ചെയ്ത സേവനങ്ങളെ വിമർശിച്ച് അത് തീവ്രവാദികളാണെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്താതെ എങ്കിലുമുള്ള ഒരു നല്ല മനോഭാവത്തിലേക്ക് എത്താൻ എല്ലാവരും മുന്നോട്ട് വരണം. അവരുടെ സഹകരണം ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് കായംകുളത്ത് തുടർന്ന് വരാൻ പോകുന്ന പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകണമെന്ന് ഉണർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളുവാനും അസത്യം അസത്യമായി മനസ്സിലാക്കി അത് ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താനും നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ സുസജ്ജമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാളിച്ചകൾ അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഈ ആദർശ പ്രസ്ഥാനത്തിന്റെ മുന്നിൽ നടന്ന് നമ്മിൽ നിന്ന് വളരെ മുന്നേ നമ്മോട് വിട പറഞ്ഞു പോയ എല്ലാ നമ്മുടെ മുൻകാല പ്രവർത്തകർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകുകയും പരലോക ജീവിതം ധന്യമാക്കി കൊടുക്കുകയും അവരെയും നമ്മളെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുകയും ഇത്ര പ്രൗഢമായ ഒരു സദസ്സൊരുക്കുകയും ചെയ്തുകൊണ്ട് ഇത്രയും ഭംഗിയായി ഇവിടെ ഇത് സംഘടിപ്പിച്ചതിൻ്റെ സംഘാടക സമിതിയെയും പ്രവർത്തകരെയും പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. അർഹമായ പ്രതിഫലം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത
أنت التواب الرحيم اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وأصلي وأسلم على رسولنا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.